വീഡിയോയിൽ നമ്മൾ 2 ഘട്ടം ചർച്ച ചെയ്തു. മൂന്നാമത്തെ ഘട്ടത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മളൊരു പ്ലേ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഡേ കെയറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു. അപ്പം കേൾക്കുന്നവർക്ക് ചിന്തിക്കാം, അതിപ്പോൾ പ്ലേ സ്കൂളിൽ നിന്ന് കൊടുക്കാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കുട്ടീനെ കെയർ ചെയ്യും, അത്ര തന്നെ. അപ്പോൾ ഒരു മദർലി കെയർ കൊടുക്കും. പക്ഷേ അതിനപ്പുറത്ത് അവർ കുറച്ചുകൂടി ഒരു അവർക്ക് എടുത്തുന്ന ഒരു റിസൾട്ട് കിട്ടുന്നു എന്ന് പാരൻസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പത്രത്തിൽ കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ ഇടുന്നു, അതിനേക്കാളൊക്കെ നമ്മളൊരു പ്ലേ സ്കൂളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പാരൻസ് ആണ്. അവരാണ് നമ്മുടെ അസറ്റ്. അപ്പോൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ ആ കുട്ടിക്ക് അത്രയും പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നല്ലതാട്ടോ. അവിടെ കൊണ്ട് വിട്ടാൽ നല്ലതാണ്, കുട്ടികളെ നല്ലോണം കെയർ ചെയ്യും, കുട്ടികൾക്ക് നല്ല മാറ്റം ഉണ്ട് എന്ന് തോന്നണം. അങ്ങനെ തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു പാരൻസിന് എവിടെയും പോകണ്ട, അവരുടെ കുട്ടികൾ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഞങ്ങൾ ആദ്യം ചിന്തിച്ച കാര്യം, നമുക്ക് ഈ നമ്മുടെ പ്ലേ സ്കൂളിനെ 3 മേഖലയായിട്ട് തിരിക്കാമെന്ന്. അപ്പോൾ ഒന്നാമത്തെ എൻട്രൻസ് മേഖലയെ കയറി വരുന്ന ആ ഒരു ഭാഗത്തെ ഞങ്ങൾ സ്റ്റഡി ഏരിയ ആയിട്ട് തിരിച്ചു. അത്യാവശ്യം ടേബിളും കുട്ടികൾക്ക് രസകരമായ കളർഫുള്ളായ ടേബിളും ഒക്കെ ഇട്ട് അതിനെ ഞങ്ങൾ പഠിക്കാനുള്ള ഒരു ഏരിയയൊക്കെ തിരിച്ചു. തൊട്ട് അപ്പുറത്ത് ഞങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് ലഞ്ച് കഴിക്കാനും പിന്നെ TV ഒക്കെ കാണാൻ. ആക്ച്വലി TV ഞങ്ങൾ പ്ലേ സ്കൂളിൽ വെച്ചിട്ടില്ല, കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വെച്ചാൽ അതിന് ഞങ്ങൾക്ക് പിന്നെ ഒരു റീസൺ ഉണ്ട് കേട്ടോ. അപ്പോൾ TV ഒക്കെ കാണാനുള്ള ഒരു മേഖലയായിട്ട് തിരിക്കാമെന്ന് വെച്ചു. അടുത്തതെന്ന് പറയുന്നത് അവരുടെ പ്ലേ ഏരിയ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് ടോയ്സും സ്ലൈഡറും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ബോളും ഒക്കെ കൊണ്ടുപോയിട്ട് അതൊരു പ്ലേ ഏരിയ, ഒരു ടർഫ് മോഡലാണ്. ഗ്രീൻ ഷീറ്റ് ഇങ്ങനെ ഗ്രാസ് നെറ്റ് വിരിച്ചു. തൊട്ടിപ്പുറത്ത് ഈ നമ്മുടെ ടൈലുകളില്ലേ, പ്ലേ സ്കൂളിൽ വിരിക്കുന്ന ടൈൽസ്, തൊട്ടിപ്പുറത്ത് മൂന്നാമത്തെ പോർഷനിൽ നമ്മൾ വീണ്ടും ഗ്രീൻ നെറ്റ് വെച്ച് ടർഫ് മോഡൽ കളിക്കാനുള്ള ഏരിയ, അങ്ങനെയാക്കി 3 മേഖലയായിട്ട് തിരിച്ചു. അപ്പം ഈ ചിത്രങ്ങൾ, പ്ലേ സ്കൂളിൻ്റെ ഉള്ളിലെ ചിത്രങ്ങളും ഈ ഫ്ലോറും പിന്നെ അവരുടെ സീലിങ്ങും കുട്ടികൾക്ക് കയറിയാൽ പോകാൻ പറ്റാത്ത അത്രയും താല്പര്യം ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വന്നു. ഫസ്റ്റ് ഇംപ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വന്നു. അപ്പോൾ പ്ലാൻ ചെയ്യുന്നവർ അത് നല്ലോണം ചിന്തിക്കണം. കുട്ടികളെ പിടിച്ചിരുത്താൻ കഴിയണം. അത് അവിടുത്തെ കുഞ്ഞൊരു കളിപ്പാട്ടത്തിനാണെങ്കിലും നമ്മൾക്കാണെങ്കിലും എന്താണെങ്കിലും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുട്ടികൾക്ക് 2 കുട്ടികളുണ്ടെന്നുള്ള അവർക്ക് 2 പേർക്കും ഞങ്ങൾ നാപ്കിൻസ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ ലൈഫിൽ. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടാത്ത കുട്ടികളെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി കിട്ടിയ കുട്ടികളെ ആണെങ്കിലും അത് അവർ ടോയ്ലറ്റ് കൊണ്ടുപോയി ഇരുത്തി അവർക്ക് ആ സമയത്ത് പറയാൻ ഉള്ള ആ ഒരു ട്രെയിനിങ് കിട്ടണം. അപ്പം ഞങ്ങൾ നാപ്കിൻ ഫ്രീ ആണ് ഞങ്ങളുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്ലേ സ്കൂളിൽ കുട്ടികൾ നാപ്കിൻസ് യൂസ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഒരു മൂത്രം ഒഴിക്കില്ല, അത് നമ്മളത് ക്ലീൻ ചെയ്യും. പക്ഷേ എടുത്തു പിടിച്ചു, ഇന്നലെ വരെ നാപ്കിൻ യൂസ് ചെയ്ത ഒരു കുട്ടീനെ ഇന്ന് കൊണ്ടുവന്ന് നമ്മൾ നാപ്കിൻ ഊരിക്കളഞ്ഞ ആ കുട്ടിക്ക് അതൊരു പ്രയാസം. ചില കുട്ടികൾ നാപ്കിൻ ഇട്ടാലേ മൂത്രം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഞങ്ങൾ എങ്ങനെ മാറ്റം വരുത്തുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ദിവസം ആ കുട്ടി വരുമ്പോൾ നാപ്കിൻ ഇട്ടിട്ടാണ് വരിക. അപ്പോൾ ആ നാപ്കിൻ ഞങ്ങളൊരു 11 മണിയൊക്കെ ആകുമ്പോൾ അഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂത്രം ഒഴിക്കാൻ പിടിച്ചു നോക്കും. ഗ്രാജുവലി 3 ദിവസം ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത് 3 ദിവസം കൊണ്ട് നാപ്കിൻ ഇല്ലാതെ ആ കുട്ടി പറയാൻ പഠിക്കും. മൂത്രം ഒഴിക്കാൻ പറ്റുന്നു, ചീച്ചി ഒഴിക്കണം, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകണം, അപ്പിയിടണം എന്ന് ആ കുട്ടി പറയാൻ കറക്റ്റ് 3 ദിവസം മതി. ആ കുട്ടി ഓക്കെ. അപ്പോൾ 2 വയസ്സുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ 3 ദിവസം കൊണ്ട് ആ കുട്ടി നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വന്നു. പിന്നെ നാപ്കിൻ വേണം. അപ്പം ആ കുട്ടി ടോയ്ലറ്റ് ട്രെയിനിങ് പഠിച്ചു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ചില പാരൻസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടി ഒറ്റയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുന്നു, നാപ്കിൻ ഇടാണ്ട് എവിടെ വേണേലും യാത്ര ചെയ്യുന്നത്. ഈ മഴക്കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മഴക്കാലത്ത് നാപ്കിൻ്റെ വെയിറ്റ് കൂടി താങ്ങിയിട്ട് വേണം ഇവർ കിടക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പ്രയാസം ഇല്ലാതെ നമ്മുടെ അന്തരീക്ഷം എന്താക്കി, വളരെ ഫ്രണ്ട്ലി പ്ലേഫുൾ ആക്കി. രണ്ടാമത്തത് നാപ്കിൻ ഫ്രീ ആക്കി. ഈ 2 പോയിന്റ്സ് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. ഓരോ കുട്ടിയെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. അപ്പം ആ കുട്ടിക്ക് സെൽഫ് അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു ബെഡ്, ഒരു പില്ലോ, ഒരു ബ്ലാങ്കറ്റ്, ഒരു ബെഡ്ഷീറ്റ്, ഒരു ടവൽ, ഇത്രയും കാര്യം നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തു. അപ്പം ഒരു എയർ ബെഡാണ് ഒരു കുട്ടിക്ക്. ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ആ കുട്ടിയുടെ പുറപ്പ് എല്ലാം സെപ്പറേറ്റ് കൊടുത്തപ്പോൾ ആദ്യത്തെ ദിവസം അതിനത് മനസ്സിലായില്ല. പക്ഷേ സെക്കൻഡ് ഡേ ആയപ്പം കുട്ടി അതുമായിട്ട് ഓക്കെ. അപ്പം ഉറങ്ങുന്ന സമയം ഒരു 12:30 ആകുമ്പോൾ നമ്മൾ ആരെയും ഇവിടെ ഉറങ്ങാൻ നിർബന്ധിക്കില്ല. പക്ഷെ ഉറങ്ങുന്ന ആ കറക്റ്റ് സമയമാകുമ്പോൾ സ്വന്തം ബെഡ് എടുത്ത് ഇതെൻ്റെ പുറപ്പാണ്, ഇതെൻ്റെ തലയാണ് കൊണ്ടുപോയി വിരിച്ചു കൊടുത്താൽ അവരവിടെ കിടന്നു ഉറങ്ങാൻ ആരെയും നിർബന്ധിക്കേണ്ട. ആരെയും ഇങ്ങനെ തോളിലിട്ട് ഉറക്കൊന്നും വേണ്ട. ചില കുട്ടികൾ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട കുട്ടികൾ അങ്ങനെയും ചെയ്ത് ഉറക്കം വരുമ്പോൾ അങ്ങനെ ഉറക്കാറുണ്ട്. നിർബന്ധിച്ച് ഇന്ന സമയത്ത് 3 മണി 12:30 ഭക്ഷണം കഴിക്കണം, 12:30 നിങ്ങൾ ഉറങ്ങണം, അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങാം, കിടക്കാം. അല്ലാത്ത കുട്ടികൾക്ക് കളിക്കാം, എന്ത് വേണേലും ചെയ്യാം. കുറച്ചുകൂടി അവരുടെ വീട് എങ്ങനെയാണോ അങ്ങനെയായിരുന്നു. അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും സെപ്പറേറ്റ് ബെഡും പില്ലോസും എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഒരു കുട്ടി മേ ബി ഇനി ഉറങ്ങിയില്ലെങ്കിലും അടുത്ത കുട്ടി ഒന്നിച്ച് കിടക്കുമ്പോൾ ആ ഒരു
ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അസുഖങ്ങളൊന്നും കൈമാറില്ല ഒന്നിച്ചാണെങ്കിൽ. ചിലപ്പോൾ ചെറിയ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഒരേ ബെഡിൽ കിടക്കുമ്പോൾ ഒരേ പുതപ്പ് പുതയ്ക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരാൾ മൂത്രം ഒഴിച്ചാലും അടുത്ത ആൾക്ക് അതിൻ്റെ ഡിസ്റ്റർബൻസ് ഇല്ല. അപ്പോൾ സെപ്പറേറ്റ് കുഞ്ഞു കുഞ്ഞു ബെഡുകൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങി അങ്ങനെ ഓരോ കുട്ടിക്കും സെപ്പറേറ്റ് ബെഡാക്കി. അതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ടൈമിംഗ് ഡേ കെയറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പാരൻ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഓടിയെത്താൻ പറ്റില്ലായിരുന്നു. നമ്മൾ ജോലിക്കൊക്കെ പോയാൽ ഓടിയെത്താൻ പറ്റാത്ത സമയം വന്നാലോ അല്ലെങ്കിൽ ചില ദിവസം ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം തോന്നി അപ്പോൾ കുട്ടികളെ കൂട്ടി ഷോപ്പിങ്ങിനൊക്കെ പോയാൽ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് കുറേ നേരം അങ്ങനെ അവരെ കൊണ്ട് നടക്കലൊക്കെ പ്രയാസമാണ്. അപ്പം അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ 8:30 തുറക്കുന്ന പ്ലേ സ്കൂള് കറക്റ്റ് 7 മണിക്ക് പൂട്ടുള്ളൂ. 7 മണി വരെ. അപ്പോൾ ഞങ്ങളുടെ ടൈമിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അവർ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ അവർ 5:30 ഓഫീസ് അടച്ച് ഓടി വരേണ്ട കാര്യമില്ല. ഫ്രീ ആയിട്ട് വന്നാൽ മതി 7 മണി വരെ. ചില കുട്ടികൾ ഇൻ കേസ് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ആ കുട്ടീനെ നമ്മൾ ചിലപ്പോൾ ആ പാരൻറ്റ് വരുന്നത് എപ്പോഴാണോ അത്രയും നേരം ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. കുട്ടികളും ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 8:30 മുതൽ 7:00 വരെയായിരുന്നു. ഇതായിരുന്നു അടുത്ത വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ലഞ്ച് ഒഴികെ ബാക്കി എല്ലാ കാര്യവും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം മെനു എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ നിങ്ങൾക്ക് സിംഗിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ, അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മെനു പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ബേബി പൂള് സെറ്റ് ചെയ്തു കുട്ടികൾക്ക്. മഴക്കാലത്ത് ഇപ്പോൾ നമ്മളത് ഓക്കെ ആക്കിയിട്ടില്ല, കാരണം മഴയും വെള്ളവും പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ ഒരു ബേബി പൂള് കുറച്ചുകൂടി പ്രകൃതിയിൽ ഇണങ്ങി ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു ബേബി പൂള് സെറ്റ് ചെയ്തിട്ടുണ്ട്.